ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആകെ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു. 4 കേസുകളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാലി, കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കണക്കുകൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എടുത്ത കേസുകളുടെയും അന്വേഷണ പുരോഗതിയും അറിയിക്കാനായിരുന്നു കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ നൽകിയ കണക്കുകൾ. അതായത് 50 കേസുകൾ ഇതിനകം തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന് ശേഷം ലഭിച്ച പരാതികളുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു. 4 കേസുകളിൽ റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളതിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു കാര്യം, ഈ സർക്കാർ അറിയിച്ചത് ഈ സിനിമാ മേഖലയിൽ ചൂഷണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നുണ്ടായിരുന്നു. അതിൽ അങ്ങനെ എന്തെങ്കിലും പരാതി ഉള്ളവർ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നില്ല, നോഡൽ ഓഫീസർമാർക്ക് പരാതി നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ പറഞ്ഞത്. ഇനി ഇതിൽ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നടി രഞ്ജിനി ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതായത് ഈ റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം എന്നുള്ളതാണ് രഞ്ജിനിയുടെ ആവശ്യം. നേരത്തെ രഞ്ജിനി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്. മുമ്പ് ഹൈക്കോടതിയിലും പോയതാണ്, പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോ എട്ടോ 9 ഹർജികൾ ഇപ്പൊ കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷനായി കക്ഷി ചേരൽ ഹർജിയായി രഞ്ജിനി എത്തിയിട്ടുണ്ട്. അതിനെ കോടതി അനുവദിക്കുമോ എന്നറിയില്ല. വാദം കേട്ടതിന് ശേഷമേ അത് അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ. ഏതായാലും ഇപ്പോഴും അതിന്റെ വാദം കേൾക്കൽ പുരോഗമിക്കുകയാണ്. പല കക്ഷികളുണ്ട്. 9 ഹർജികളാണ് ഇതിലാകെയുള്ളത്. ആ 9 പേരുടെയും വാദം കേൾക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങിയ വാദം കേൾക്കൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശരി, സാലി, വ്യക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആകെ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ. 4 കേസുകളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ജസ്റ്റിസ് AV ജയശങ്കർ നമ്പ്യാരുടെയും CA സുധയുടെയും നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാദം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.